കോൺഗ്രസിന്റെ ദേശീയ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ശശി തരൂരിനെ കുറെ അധികം ദിവസമായി കാണുവാനില്ല എന്ന് KPCCയുടെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ വന്നിരിക്കുകയാണ്. KPCC അംഗങ്ങൾ പരസ്യമായി തരൂരിനെതിരെ കുറെ അധികം ദിവസങ്ങളായി നിലവിൽ രംഗത്ത് വരികയാണ്. നമുക്കറിയാം, സമാനതകളില്ലാത്ത സമരമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ, അവിടുത്തെ യൂറോളജിയുടെ വിഭാഗം മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കൽ അടക്കമുള്ളവർ ശക്തമായി ഹോസ്പിറ്റലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും സംസ്ഥാന ആരോഗ്യ വകുപ്പ് മൊത്തത്തിൽ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്യുകയാണ്. ഇടതുപക്ഷ സർക്കാർ കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ 9 കൊല്ലമായി കോൺഗ്രസ് തുറന്നു കാട്ടുകയും കോൺഗ്രസിന് ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവമായി പ്രവർത്തിക്കുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്യേണ്ട ആൾ ഇപ്പോൾ കേരളത്തിൽ സജീവമല്ലാതെ, കേരളത്തിലെ നേതാക്കളുമായി ഒരു ബന്ധം പോലും കാത്തു സൂക്ഷിക്കാതെ ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്ന് പോലും ഒരു എത്തും പിടിയും കിട്ടാതെ റോമിംഗ് ആണ് എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അബ്സ്കൗണ്ടിങ് ആണ് എന്ന് വേണമെങ്കിൽ തീർത്തും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഒന്ന് ആലോചിക്കണം, തരൂറിനെ ദേശീയ നേതൃത്വം, അതായത് കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട് ലോക രാജ്യങ്ങൾക്ക് കൃത്യമായി ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് വിശദീകരിക്കാനുമാണ്. അതിന്റെ സമയപരിധി കഴിഞ്ഞു. ലോക രാജ്യങ്ങൾക്ക് അത് വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പാനലിനെ നയിച്ചത് ഡോക്ടർ ശശി തരൂർ തന്നെയാണ്. എന്നാൽ അത് BJPയുടെ പ്രൊപ്പഗാൻഡയാണ്, അല്ലെങ്കിൽ BJP സർക്കാർ കൊടുത്ത അനുമതിയാണ്, BJPയുടെ സ്പോൺസേർഡ് പ്രോഗ്രാമാണ്, അതുവഴി BJPയിലേക്ക് തരൂറിനെ എത്തിക്കാനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും തരൂറിനില്ലേ എന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് തനിക്ക് പറക്കാൻ ചിറകുകൾ ഉണ്ടെങ്കിൽ താൻ വീണ്ടും പറന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് സുധാമേനോൻ അടക്കമുള്ളവർ പലരും പറഞ്ഞത് ആത്മാഭിമാനമുള്ളവർ, സ്വബോധമുള്ളവർ സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കുകയില്ല എന്ന മറുപടി വന്നത്. ഇപ്പോഴിതാ തരൂറിന്റെ അലംഭാവം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തരൂറിന് ഏറ്റവും അധികം തിരുവനന്തപുരത്ത് ആവശ്യമുള്ള സാഹചര്യത്തിൽ കോർപ്പറേഷനിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും ഒക്കെ കോൺഗ്രസ് എവിടെയാണോ വളരെ ദയനീയമായി 3ാം സ്ഥാനത്തേക്കും മറ്റും തള്ളപ്പെടുന്നത്, അവിടെയൊക്കെ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരുടെ ശക്തമായ ഉത്സാഹത്തോടു കൂടിയും തരൂറിന്റെ വ്യക്തിപ്രഭാവവും ഒക്കെ കൊണ്ട് വോട്ട് നേടി കോൺഗ്രസിന് മികച്ച രീതിയിൽ ലീഡ് നേടിക്കൊടുക്കാൻ കഴിയുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ തരൂർ നേരിട്ട് ചെന്നാൽ പെട്ടിയിൽ വീഴാൻ കഴിയുന്ന വോട്ടുകൾ നിരവധിയുണ്ട്. അവിടെയാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ അരിശം വരുന്നത്. സ്വാഭാവികമാണ്, കോൺഗ്രസിന് അനുകൂലമായി നിന്ന് പ്രവർത്തിക്കേണ്ടയാൾ, കോൺഗ്രസ് ടിക്കറ്റിൽ 4 തവണ വിജയിച്ചയാൾ, ഏറെ സമ്മർദ്ദമുണ്ടായിരുന്ന തരൂറിന്റെ സമയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തരൂറിനെ വലിയ തോതിൽ ആക്രമിക്കാൻ ഇടതുപക്ഷവും അതുപോലെ BJPയും ഒരുപോലെ ശ്രമിച്ച കാലഘട്ടമുണ്ട്. ഇനി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് തരൂറിനെ പരമാവധി അവഹേളിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഡിഫമേഷന് കേസ് വരെ കൊടുക്കാൻ ശ്രമിച്ചു. തരൂറിനെ വ്യക്തിപരമായി അദ്ദേഹത്തിനെ താറടിക്കാൻ രാജീവ് ചന്ദ്രശേഖരനും BJPയും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട് 16,077 വോട്ടുകൾക്ക് തരൂറിനെ ഈ നാട്ടുകാർ ജയിപ്പിച്ചു വിട്ടു. ആ നാട്ടുകാരോട് ഒരു ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും പുലർത്താത്തത് എന്താണ് എന്ന ചോദ്യം വന്നിരിക്കുകയാണ്. തരൂർ കോൺഗ്രസിന് കീഴ്പ്പെട്ടേ മതിയാവുകയുള്ളൂ. MP സ്ഥാനം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ വിയർപ്പിൽ കെട്ടിപ്പടുത്തതാണ് എന്നത് മറക്കരുത് എന്ന ദേശീയ അധ്യക്ഷന്റെ വാക്കുകൾ കൃത്യമായി കേരളത്തിലെ KPCC അധ്യക്ഷൻ കൂടി കടമെടുത്തിരിക്കുകയാണ്. തരൂറിനെ ഇതുവരെ ന്യായീകരിച്ച K സുധാകരനും അതുപോലെ തന്നെ K രാഘവനും ഹൈബി ഈഡനും ഒക്കെ ഇപ്പോൾ അദ്ദേഹത്തിനെ തള്ളി പറയുക തന്നെയാണ്.